കൊച്ചിയിൽ പഞ്ഞിക്കിടണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ശിവൻകുട്ടി? ബോട്ട് ജെട്ടിയിലെടുക്കുമ്പോ പലക തട്ടി പൊട്ടിപ്പോകാണ്ടിരിക്കാനുള്ള ഒരു പഴയ ഏർപ്പാടാ. റബ്ബറും ടയറും ഒക്കെ വരണതിന് കുറേ മുമ്പാ. നല്ല കട്ട പഞ്ഞി പലക മേലങ്ങാട്ട് അടിച്ചടിച്ചടിച്ച് ചേർക്കണം. കുഞ്ഞ് ഏതാണ് പലക ഏതാണെന്ന് മനസ്സിലാകരുത്. മനസ്സിലായ? ഒരുപക്ഷെ മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല, ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ആക്ടേഴ്സ്, ഒന്നോ രണ്ടോ ആക്ടേഴ്സ് ഒരാളായിരിക്കും. പഴയ ഫയലുകൾ എടുത്ത് വായിച്ചാൽ പോരാ, പഠിക്കണം. ഒരു സാധാരണ തമിഴൻ അവൻ ആസ്വദിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മലയാള സിനിമയിലുണ്ടെന്ന് അവർ പിന്നെ അല്ലെങ്കിൽ ചില സെക്സ് പടങ്ങളാണ്. മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോ മറ്റു നാടുകളിലോ വൃത്തികെട്ട പടങ്ങൾ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. പക്ഷെ അതൊന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കത്തക്ക വിധം മമ്മൂക്കയുടെ നിറക്കൂട്, ന്യൂഡൽഹി, ഈ പടങ്ങളൊക്കെ വന്നപ്പോൾ ആളുകളെല്ലാം മലയാള സിനിമയെ നോക്കാൻ തുടങ്ങി. പോയടാ പെണ്ണിലാ ചന്ദനക്കിണ്ണം മുങ്ങി 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 മുങ്ങിപ്പോയി. ഇപ്പൊ നീ എന്റെ ആരെല്ലാമോ? ഞാൻ വളർത്തിക്കോളാം. அவருடைய தனியாவர்த்தனத்தின் ரசிகன். அந்த சினிமாவை இன்னைக்கு பார்த்தாலும் நான் எழுதுவேன். നാട്ടിലേക്ക് പോണ വഴി ഇറങ്ങട്ടെ. നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു ബൈക്കിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കൊച്ചൊന്നുമല്ല, കിട്ടൂട്ടോ. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഏരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. കോളനിയിൽ നിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. വല്ല പവറായാലും അതിന്റെ ഒന്നും മുമ്പിൽ വീണ ചരിത്രം ഈ മാരാർക്കില്ല. അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടുവൻ ആരാണെന്ന്. ഒരു കോപ്പം വേണ്ട. ചാവട്ടിന്റെ കുറുനാവ് പിടിച്ചെടുക്കാൻ ഞാൻ കള്ളം. മയ്യത്തായ മാപ്പിളമാരെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ടാവും. ആദ്യത്തിന് ശിക്ഷിക്കേണ്ടത് ഹിന്ദുവിനെയും മുസൽമാനെയുമല്ല, ഈ മണ്ണ് ചോരയോടെ നടച്ചെടുത്തപ്പെട്ടി നായിന്റെ മക്കളെയാണ്. Within my power to refuse to live under this humiliating condition. എൻ തളപതിയെ പാത്തികളാണ്. അവസരത്തുണ്ട് അജന്തയിൽ ആദിഭാവം കണ്ടു നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ ഇട്ട ഇന്ത്യക്ക് ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്ത വീട്. ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. സൈമണച്ചോ, നമുക്ക് ആത്മക്കാരുടെ മണി അടിച്ചാലാ? ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണല്ല ഭായി. ഈ കഥയിൽ നിങ്ങളുടെ റോൾ? നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ഭായി.